ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 5ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഒരു കണ്ടക്ടറിൽ കൂടി ഒരു ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ചാർജിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ കണ്ടക്ടർ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് കാണും. അപ്പോൾ ആ ഫാക്ടറിനെ പറയുന്ന പേരാണെന്ത്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതായത് ഒരു കണ്ടക്ടറിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടർ എന്താണ്, ഈ കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ട് ഒരു ഒപ്പോസിങ് ഒബ്സ്ട്രക്ഷൻ കൊടുക്കും. ഈ ഒബ്സ്ട്രക്ഷൻ ഫാക്ടറിനെ പറയുന്ന പേരാണെന്ത്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടിയെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരു ഇലക്ട്രിക് കോമ്പൗണ്ടാണ്. ഇലക്ട്രിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്, റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇതാണ് റെസിസ്റ്ററിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞ ഇതാണ്. ഇങ്ങനത്തെ റെസിസ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ ചില സർക്യൂട്ട് ബോർഡിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയല്ല, വേറെയും തരത്തിലുണ്ട്. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക. ഇതൊരു റെസിസ്റ്ററിൻ്റെ ഒരു ഫിഗറാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്താണ് റെസിസ്റ്റർ എന്ന് നോക്കാം ആദ്യം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റെസിസ്റ്റേഴ്സ് ആർ ഇലക്ട്രിക്കൽ കോമ്പോണൻസ് വിച്ച് റെഡ്യൂസസ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന ഇലക്ട്രിക് കറണ്ടിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോമ്പോണൻസ്. ഇലക്ട്രിക്കൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ, ഡയോഡ് അതുപോലത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ സർക്യൂട്ടിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ ആ കോമ്പോണൻസിനെയൊക്കെ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക്കൽ കോമ്പോണൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇലക്ട്രിക്കൽ കോമ്പോണൻ്റ് ആണ് ആര്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യണം, പരമാവധി കുറയ്ക്കണം. അപ്പോൾ ആ കുറയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇലക്ട്രിക്കൽ കോമ്പോണൻ്റാണ് ആര്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നിങ്ങൾ മുകളിൽ കാണുന്നത്. ഇതാണ് റെസിസ്റ്ററിൻ്റെ ഫിഗർ എന്നാണ്. അപ്പോൾ എന്തിനാണ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് കോമ്പോണൻറ്റുകളിലെ ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ ഇലക്ട്രിക് കറണ്ടിനെ കുറയ്ക്കുന്ന ഇലക്ട്രിക് കോമ്പോണൻസിനെ പറയുന്ന പേരാണെന്ത്, റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റെസിസ്റ്ററിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ റെസിസ്റ്റർ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആദ്യമേ പറഞ്ഞതാണ്. റെസിസ്റ്റൻസ് എന്നാണ് ഒരു കണ്ടക്ടർ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഫാക്ടറിനെ പറയുന്ന പേരാണത് റെസിസ്റ്റൻസ്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോമ്പോണൻസിനെ പറയുന്ന പേരാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ ഒരു യൂണിറ്റ്, റെസിസ്റ്റർ നമ്മൾ ഇപ്പോൾ ഓരോ റെസിസ്റ്ററിനും ഓരോ വാല്യൂസ് കാണും. അപ്പോൾ ആ വാല്യൂസ് പറയുന്ന യൂണിറ്റ് ഓമിലായിരിക്കും. ഇപ്പോൾ ഒരു റെസിസ്റ്റർ എടുത്താൽ അത് എന്താണ്, 1000 1 കിലോ ഓം എന്നൊക്കെ പറയാം, അതുപോലെ 1000 ഓം എന്നൊക്കെ പറയാം. അപ്പോൾ എത്ര വാല്യൂ ആണ്, ആ വാല്യൂ പറയുന്ന യൂണിറ്റ് ഏതായിരിക്കും, സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI യൂണിറ്റ് ഏതായിരിക്കും, ഓമിലായിരിക്കും. ഓം എന്ന യൂണിറ്റിലായിരിക്കും പറയുന്നത്. 500 ഓം റെസിസ്റ്റർ. ഓക്കെ, അങ്ങനെ ഓം എന്ന യൂണിറ്റിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതാണ് റെസിസ്റ്റർ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റർ കിട്ടിയാൽ, അപ്പോൾ ഇതുപോലത്തെ ഈ റെസിസ്റ്റർ കിട്ടിയാൽ, ഈ റെസിസ്റ്റർ ഇപ്പോൾ നമ്മളെ കൈ കിട്ടി. ഇത് എത്ര ഓമാണ്, ഇതിൻ്റെ വാല്യൂ എത്രയാണ്, ഇത് എത്ര റെസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതങ്ങനെ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സർക്യൂട്ടിൽ നമ്മളിപ്പോൾ എഴുതി വയ്ക്കും, സർക്യൂട്ട് ഡയഗ്രാം എഴുതി വയ്ക്കും, 1K റെസിസ്റ്റർ എന്നൊക്കെ എഴുതി വെച്ചേക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വാല്യൂ ഉള്ള റെസിസ്റ്റർ കിട്ടണം. അപ്പോൾ ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ, ഹൗ ടു ഫൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ എടുത്താൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഒരു എളുപ്പ വഴിയാണ്, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിസ്റ്റർ എടുത്താൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും, കുറച്ച് ലൈൻസ് വെച്ചിട്ടുണ്ടല്ലേ, കുറച്ച് ബാൻഡ് ഓഫ് ലൈൻസ് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ എത്ര ലൈൻസ് ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ഏത് റെസിസ്റ്റർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഒരു 2 3 4 ലൈൻസ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് വെച്ചാണ് നമ്മളെങ്ങനെ ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്ന് ഇങ്ങനെ അറിയണമെങ്കിൽ, ഇതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അതിനൊരു ടേബിൾ പഠിക്കണം. ഓക്കെ, ആ ടേബിൾ പറയുന്ന അതിനൊരു പേരുണ്ട്, കളർ കോഡ് ഓഫ് റെസിസ്റ്റർ. നമ്മൾ ഈ കളർ കോഡ് വെച്ച് ഇതിൻ്റെ കളർ കോഡ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ കളർ കോഡ്സ് വെച്ചാണ് എന്ത് ചെയ്യണം, ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്.
അപ്പോൾ ഈ കളർ കോഡിനെ ഒരു ടേബിൾ വൈസാണ് പറഞ്ഞിട്ടുള്ളത്. ആ കളർ കോഡിൻ്റെ ടേബിളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണൊരു റെസിസ്റ്ററിൻ്റെ. ഇപ്പോൾ ഈ കളർ കോഡ്സ് എല്ലാം പഠിച്ചാൽ നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നിർണ്ണയിക്കാൻ പറ്റും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നിർണ്ണയിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ടേബിള്. അപ്പോൾ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഈ ടേബിളൊന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങളത് പഠിച്ചു വയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു റെസിസ്റ്റർ കിട്ടിയാൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അടുത്ത് പറയാം. ബ്ലാക്കിന് 0 ആണ് വാല്യൂ, ബ്രൗണിന് 1, റെഡിന് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂവിന് 6 ആണ് വാല്യൂ, വയലറ്റിന് 7 ആണ് വാല്യൂ, ഗ്രേക്ക് 8 ആണ് വാല്യൂ, വൈറ്റിന് 9 ആണ് വാല്യൂ. ഇത്രയും വരെ പറഞ്ഞത്. ബാക്കി 3 എണ്ണം പറയുന്നത് ടോളറൻസിനെ ഉദ്ദേശിക്കാനാണ്. ഓക്കെ, ഗോൾഡ്, സിൽവർ, ചില ഇത് ഈ കാണുന്നതാണ് എന്താ അടുത്ത കളർ എന്ന് പറയുന്നത്. ഈ മൂന്ന് കളേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കളറിൻ്റെ അകത്ത് വരുന്നത്. ഈ 3 കളേഴ്സ് ഗോൾഡ്, സിൽവർ, ഗോൾഡ്, സിൽവർ, നോ കളർ. ചിലതിൽ ഇവിടെ ഗോൾഡ് ആയിരിക്കും, ഇപ്പോൾ ഇതിൽ ഗോൾഡാണ് കാണിച്ചിട്ടുള്ളത്, ഗോൾഡ് ആയിരിക്കും. ഇവിടെ ചിലപ്പോൾ സിൽവർ ആയിരിക്കും, ചിലതിൽ ഇവിടെ ഒരു കളറും കാണത്തില്ല. അപ്പോൾ ഈ ഗോൾഡ്, സിൽവർ, നോ കളർ, ഈ 3 ഇത് പറയുന്നത് എന്തെന്ന്? ടോളറൻസിനെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റർ എടുത്താൽ, ഈ ഒരു റെസിസ്റ്റർ എടുത്താൽ അത് എത്രമാത്രം, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ ഈ റെസിസ്റ്റർ വെച്ചാൽ അത് എത്രമാത്രം എന്താണ് അതിൽ എഫക്റ്റീവ് ആവും. ഇപ്പോൾ ഒരു 100 ഓം റെസിസ്റ്റർ എടുത്താൽ അതിൻ്റെ ടോളറൻസ് ±5 ആണെങ്കിൽ അത് ചിലപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ 105 ആവാം, അല്ലെങ്കിൽ 100-ന്ന് 5 കുറഞ്ഞ് 95 ഓം ആവാം. അപ്പോൾ ഒരു വേരിയേഷൻ വരാം. ആ വേരിയേഷനെ സൂചിപ്പിക്കുന്ന എന്താണ് കാര്യമാണ് പറയുന്നത് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഗോൾഡ് അടിച്ചിട്ടുള്ള റെസിസ്റ്ററാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരു 100 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റൻസ് എന്ന് നിങ്ങളിപ്പോൾ സങ്കല്പിച്ചാൽ, ഈ ഗോൾഡ് ബാർ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ 105 ഓം ആവാം, 105 ഓം വരെ പോവാം, അല്ലെങ്കിൽ 95 ഓം വരെ കുറയാം. അപ്പോൾ അതാണ് ഈ ഏറ്റവും അവസാനത്തെ ഗോൾഡ്, സിൽവർ, അല്ലെങ്കിൽ ഒരു കളറും അടിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. ടോളറൻസ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ടോളറൻസ് പെർസെൻറ്റേജ് എന്ന ഇതിലാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർക്കുക. ഇനി സിൽവർ വന്നാൽ 100 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വേണമെങ്കിൽ 110 വരെ പോവാം, അല്ലെങ്കിൽ 90 വരെ കുറയാം. ഓക്കെ, 110 വരെ കൂടാം, അല്ലെങ്കിൽ 90 വരെ, 100-ന്ന് 10 കുറച്ചാൽ 90, അപ്പോൾ 90 വരെ കുറയാം. അതാണ് ±10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോ കളർ, ഒരു കളർ ഇവിടെ ഇല്ല, 3 കളർ മാത്രമേ ഉള്ളൂ. ഒരു റെസിസ്റ്റർ നമുക്ക് നോക്കിയാൽ 4 ബാൻഡ്സ് കാണും, അത് ചിലപ്പോൾ 3 ബാൻഡ്സേ കാണുള്ളൂ, 4ാമത്തെ ബാൻഡ്സ് കാണത്തില്ല, ഇവിടെ ഒരു കളറും അടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ടോളറൻസ് ±20 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 100 ഓമിൻ്റെ റെസിസ്റ്ററാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വാല്യൂ 120 വരെ പോവാം, അതുപോലെ 100-ൽ നിന്നും 20 കുറഞ്ഞ് 80-ലേക്കും പോവാം. ഓക്കെ, അങ്ങനെ 2 വേരിയേഷൻസും വരാം. അതാണ് പ്ലസ്സും ആവാം മൈനസും ആവാം. 100+20, അതായത് 120 ആകാം, അതുപോലെ 100-20 80 ആവാം. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ടോളറൻസ് കാണുക. അപ്പോൾ ഈ 3 എണ്ണമാണ് ടോളറൻസിനെ സൂചിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം റെസിസ്റ്റൻസിൻ്റെ വാല്യൂസിനെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അതിനനുസരിച്ചുള്ള വാല്യൂസ് എഴുതി കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ ടേബിളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പാടായിരിക്കും. അതിന് നമുക്കൊരു കോഡ് ഉപയോഗിച്ചും കൂടെ പഠിക്കാം. അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും പറയുന്നൊരു കോഡാണ്. ഈ കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് കോഡെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്ന കോഡ് നമുക്ക് ഉപയോഗിച്ച് ഇത്രയും കാര്യം, ഏതുവരെ ഈ കളേഴ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രം, ഇത്രയും കാര്യങ്ങൾക്കുള്ള കോഡാണ് ഇത്. നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾക്കുള്ള കോഡാണിത്. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അതിൽ ഓരോ കളറും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ ഓരോ കളറിൻ്റെ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആണ് ആദ്യം വന്നിട്ടുള്ളത്. ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. ഇവിടെ നോക്കിയാൽ അതേ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, അതുപോലെ വൈറ്റ്, അവസാനം വൈറ്റ്. അപ്പോൾ എന്താണ് കോഡ്? ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്ന കോഡ് വെച്ച് പഠിച്ചാൽ അത് നമുക്ക് ആ ഓർഡറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ബ്ലാക്ക് എന്താണ്? 0 വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബ്ലാക്ക് 0-യിലായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ബ്രൗൺ 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണാം. 0 ബി റോയ് 0 എന്ന് പറഞ്ഞിട്ട് എന്താണ് 0, പിന്നെ ബ്രൗൺ വരെ ബി എന്ന് പറയുമ്പോൾ 1 ആവും,
6 എന്ന് പറയുമ്പോൾ എത്ര 2 ആവും, ഇത് 3 ആവും, 4 ആവും, അങ്ങനെ അങ്ങനെ നമുക്ക് എണ്ണി നമുക്ക് വേണം ഈ കോഡ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ പറയാം. തുടക്കം 0-യിലാണെന്ന് ഓർക്കുക. അപ്പോൾ ബ്ലാക്ക് 0 ആണ്. അപ്പോൾ ഈ വാല്യൂസ് വെച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ, ഈ കോഡും ഈ വാല്യൂസും വെച്ച് പഠിച്ചാൽ നമുക്ക് എങ്ങനെ ഒരു റെസിസ്റ്ററിൻ്റെ കളർ കോഡ് നമുക്ക് ഡീകോഡ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് പറയാം, ഈ റെസിസ്റ്ററിൻ്റെ നമുക്ക് എങ്ങനെ പറയാം എന്നതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ റെസിസ്റ്റർ എടുത്താൽ അതിലിങ്ങനെ കളർ കോഡ്സ് കാണും. ആ കളർ കോഡ്സ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കളർ കോഡ്സ് കണ്ടോ, ഇതിലിപ്പോൾ 4 കളർ കോഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് ടോളറൻസിനെ സൂചിപ്പിക്കാം, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി 3 എടുത്താൽ അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും കണ്ടോ, ആദ്യത്തെ രണ്ടാമത്തെയും കളേഴ്സ് നമുക്ക് അതുപോലെ അടുപ്പിച്ച വാല്യൂസ് മാത്രം അങ്ങ് എഴുതിയാൽ മതി. ആദ്യം ബ്രൗൺ ആണുള്ളത്, ബ്രൗണിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ വരുന്ന ഗ്രീൻ ആണ്, ഗ്രീനിൻ്റെ വാല്യൂ എത്രയാണ് നോക്കുക, 5 ആണ്. അപ്പോൾ 1, 5 അത് 2 ചേർത്തങ്ങ് എഴുതുക. ആദ്യം രണ്ടും കൂടെ ചേർത്ത് എഴുതുക, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. 1 ഇതൊന്നും 2ൻ്റെ വാല്യൂ ചേർത്ത് 15 എന്ന് എഴുതുക. ഓക്കെ, എങ്ങനെയാണ്? ആദ്യം ബ്രൗൺ വന്നു, ബ്രൗണിൻ്റെ വാല്യൂ 1 ആണ്. അടുത്ത് ഗ്രീൻ വന്നു, ഗ്രീനിൻ്റെ വാല്യൂ 5 ആണ്. രണ്ടും കൂടെ ചേർത്ത് എഴുതുക, 15 എന്ന് കിട്ടും. അടുത്ത് എഴുതേണ്ടത് മൾട്ടിപ്ലെയർ ആണ്, അതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യേണ്ട ടണ്ണിൻ്റെ പവറാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടണ്ണിൻ്റെ പവർ പറയുന്ന ഒരു കളർ കോഡാണ്. അപ്പോൾ 10⁻² എഴുതിയിട്ട് ആ കളർ കോഡിൻ്റെ വാല്യൂ അങ്ങ് എഴുതി കൊടുക്കുക. 10⁻²2 ആണ്, റെഡ് എന്ന് പറയുന്നത് 2 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ 10⁻² എങ്ങനെ എഴുതും, 10⁻² എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 10⁻². മനസ്സിലായോ? ആദ്യം ഈ ആദ്യത്തെ 2 അതുപോലെ ചേർത്ത് എഴുതുക. 1 ബ്രൗണ്, 5 ഗ്രീന്, അത് അതുപോലെ എഴുതി. ഇൻറ്റു മൂന്നാമത്തെ ടണ്ണിൻ്റെ പവറാണ്. ടണ്ണിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 10⁻² എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ കളർ കോഡ്. ആ 10⁻, ഇവിടെ റെഡാണ്, റെഡിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 10⁻² എന്തെന്ന് എഴുതണം, 2 എന്ന് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യം എഴുതിയാൽ മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ എഴുതി, ഈ ഒന്നാമത്തെ രണ്ടാമത്തെ അതുപോലെ ചേർത്ത് എഴുതുക. ഇൻറ്റു എഴുതിയിട്ട് 10⁻, ആ മൂന്നാമത്തെ കളർ ബാൻഡിൻ്റെ കോഡ് ⁻² ആയിട്ട് എഴുതുക. ഓക്കെ, 10⁻, ഇവിടെ റെഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 10⁻², അഥവാ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 10⁻3, ഗ്രീൻ ആണെങ്കിൽ മൂന്നാമത്തെ ഗ്രീനാണ് വന്നതെങ്കിൽ 10⁻5 ആയേനെ. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ കാര്യം, ടോളറൻസ്. അതായത് ഇവിടെ ഗോൾഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, 100 ഓം റെസിസ്റ്ററാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വാല്യൂ ഗോൾഡാണ് ഇവിടെ ഗോൾഡാണുള്ളത്. അപ്പോൾ എങ്ങനെ വരും, പ്ലസ് ഓർ മൈനസ് എങ്ങനെ വരും, അതിൻ്റെ പ്ലസ് ഓർ മൈനസ് 5% എന്ന് വരും. ഓക്കെ, അതാണ് ഈ ഇതിൻ്റെ ഇത്ര എഴുതിയിട്ട് ഓം എന്ന് എഴുതിയാൽ നമുക്കിതിൻ്റെ എന്താണ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. 15 × 10⁻² പ്ലസ് ഓർ മൈനസ് 5% ഓം. അത് പ്ലസ് ഓർ മൈനസ് 5% എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടോളറൻസ് ആണ്. അതായത് ഇതിപ്പോൾ ഒരു 100 ഓമിൻ്റെ റെസിസ്റ്റർ, ഇതിപ്പോൾ 100 ഓം അല്ലല്ലോ, 15 × 10⁻² ഓം ആണ്. ഓക്കെ, 15 × 10⁻² ഓം ആണ്. സപ്പോസ് ഇതൊരു 100 ഓമിൻ്റെ റെസിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ഞാൻ ഗോൾഡാണ് അടിച്ചിട്ടുള്ളത്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വാല്യൂ 105 വരെ പോവാം, അല്ലെങ്കിൽ 100 കുറഞ്ഞ് 95 വരെ പോവാം. ആ ഒരു കാര്യമാണ് ടോളറൻസ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ, ഒരു സർക്യൂട്ട് കണക്ട് ചെയ്താൽ 5% കൂടാം ഈ വാല്യൂ നിന്നും, അതുപോലെ 5% കുറയുകയും ചെയ്യാം. ഓക്കെ, ആ കാര്യമാണ് എന്ത് പറയുന്നത്, ഈ കളർ കോഡിലെ അവസാനത്തെ ഗോൾഡ്, സിൽവർ, നോ കളർ, ഒരു കളർ അടിച്ചിട്ടില്ലെങ്കിൽ അത് ഈ 3 കാര്യങ്ങൾ പറയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് കളർ കോഡ് ഓഫ് റെസിസ്റ്റർ. ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ 2 കോഡ് എടുക്കുക, 2 കളർ കോഡ് എടുക്കുക, അത് രണ്ടും കൂടെ അതിൻ്റെ വാല്യൂസ് അതുപോലെ ചേർത്ത് എഴുതുക. ബ്രൗണിൻ്റെ വാല്യൂ 1 ആണ്, ഗ്രീനിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 1, 5, 15. ഓക്കെ, ഇൻറ്റു മൂന്നാമത്തെ കളർ കോഡ് സൂചിപ്പിക്കുന്ന ടണ്ണിൻ്റെ പവറാണ്. മൂന്നാമത്തെ കളർ കോഡ് എന്താണ് സൂചിപ്പിക്കുന്നത്, ടണ്ണിൻ്റെ പവറാണ്. 10⁻², റെഡാണ് ഇവിടെ പറഞ്ഞിട്ട്, റെഡിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്. 10⁻² എന്ന് എഴുതുക. അടുത്ത് എഴുതേണ്ട ടോളറൻസിൻ്റെ വാല്യൂ, ഇവിടെ ഏത് ബാൻഡാണ് ഉള്ളത് നോക്കാം. ഇവിടെ ഗോൾഡ് ബാൻഡാണ് അല്ലേ. ഗോൾഡ് ബാൻഡ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 5 ആണ്, 5% ആണ്. പ്ലസ് ഓർ മൈനസ് 5% എന്ന് എഴുതുക. എന്നിട്ട് ഓം എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ ഒരു റെസിസ്റ്റൻസിൻ്റെ കളർ കോഡ് വെച്ച്, റെസിസ്റ്ററിൻ്റെ കളർ കോഡ് വെച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിസ്റ്റർ കിട്ടിയാൽ അതിൻ്റെ കളർ കോഡ് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്ക് റെസിസ്റ്ററിൻ്റെ
റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മളിന്ന് റെസിസ്റ്റർ എന്താണെന്നും പഠിച്ചു അല്ലേ, റെസിസ്റ്റർ എന്താണെന്നും പഠിച്ചു. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ എങ്ങനെ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം കളർ കോഡ് വെച്ച്. അപ്പോൾ ആ കളർ കോഡിൻ്റെ കോഡൊക്കെ നിങ്ങൾ പഠിച്ച് അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിച്ച് അതിൻ്റെ വാല്യൂസൊക്കെ പഠിച്ചാൽ നമുക്കിനി ഏത് റെസിസ്റ്റർ കിട്ടിയാലും അതിൻ്റെ കളർ കോഡ് ഡീകോഡ് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റൻസ് പറയാൻ പറ്റും. ഓക്കെ, ആ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക്